നമസ്കാരം. ഇന്ന് കരുതൽ ഒരു പുതിയ സംഘടനയെ പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനത്തിന് പുരുഷന്മാരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജ്വാല വിമൻസ് പവർ തുടങ്ങിയ നാളുകളിൽ തന്നെ 700-ലധികം സ്ത്രീകൾ അംഗങ്ങളായി. മലയാളി ഉള്ളിടത്തെല്ലാം ജ്വാല പടരുകയാണ്. ലോകമെമ്പാടും ജ്വാലയ്ക്ക് അംഗങ്ങളും പ്രവർത്തകരുമുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് ആരംഭിച്ച ഈ അന്താരാഷ്ട്ര സംഘടനയ്ക്ക് 50 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എല്ലാം വനിതകൾ. ഉപദേശക സമിതിയിൽ പക്ഷെ കൂടുതലും പുരുഷന്മാരാണ്. അതിൽ സിനിമാ നാടക പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും വക്കീലുമാരും ചൈൽഡ് ലൈൻ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും കാരുണ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ മിനിസ്ട്രികൾ രൂപീകരിച്ച് അതുവഴി വ്യത്യസ്ത മേഖലയിൽ ജ്വാല പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. സാമൂഹ്യക്ഷേമ, വനിതാ ശിശു ഉന്നമന ഉദ്യോഗസ്ഥരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും വനിതാ വക്കീലുമാരും പ്രൊഫഷണൽ കൗൺസിലേഴ്സും അധ്യാപകരും ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവർ ഈ മിനിസ്ട്രികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനാൽ നിരവധിയായ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്താൻ ഈ കുറഞ്ഞ കാലയളവിൽ ജ്വാല വിമൻസ് പവറിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സമയത്താണ് ജ്വാലയുടെ വിമൻസ് എംപവർമെൻറ്റ് പരിപാടിയായ ജ്വാലാമുഖി കരുതൽ മ്യൂസിക് അക്കാദമി ഹാളിൽ നടന്നത്. ചെറിയൊരു പരിപാടി ആയിരുന്നെങ്കിലും ജ്വാലാമുഖി മറ്റു പരിപാടികളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി. ജ്വാലയുടെ രക്ഷാധികാരി കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൊല്ലത്തെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയും കാരുണ്യ പ്രവർത്തകയും അധ്യാപികയുമായ ജ്വാല പ്രസിഡന്റ് ബെറ്റ്സി എഡിസൺ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം മുഖ്യപ്രഭാഷണം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ജ്വാല എംബ്ലത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തക ജെയിൻ ആൻസൽ ഫ്രാൻസിസ്, കോവിഡ് കാലത്ത് ഒരു ലീവ് പോലും എടുക്കാതെ പോരാടിയ ആശാവർക്കർ കൂടിയായ ജ്വാല ജനറൽ സെക്രട്ടറി മിനിമോൾ, കാരുണ്യ പ്രവർത്തകയും ജ്വാല ട്രഷററുമായ സോജാലിൻ ഡേവിഡ്, സാഹിത്യകാരിയും ജ്വാല വൈസ് പ്രസിഡന്റുമായ കസ്തൂരി ജോസഫ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ജ്വാലാമുഖി പുരസ്കാര ജേതാവ് ജെയിൻ ആൻസൽ ഫ്രാൻസിസ് ആയിരുന്നു. 100 കണക്കിന് സ്ത്രീകളെ തൊഴിൽ പഠിപ്പിച്ചും തൊഴിൽ നൽകിയും സ്വയം പര്യാപ്തരാക്കിക്കൊണ്ടുമാണ് ജെയിൻ ആൻസൽ സാമൂഹ്യ മേഖലയിലേക്ക് കടന്നു വന്നത്. മത്സ്യത്തൊഴിലാളികളുടെയും തയ്യൽ തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ജെയിൻ ആൻസൽ ഫ്രാൻസിസ് നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു. തൻ്റെ 60-ാം വയസ്സിൽ MA ഇംഗ്ലീഷ് പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വനിതകളുടെ പ്രതീക്ഷയാണ്. 10 വനിതകളെ കൂടി ജ്വാല ഈ പരിപാടിയിൽ ആദരിച്ചിരുന്നു. സ്വയം തൊഴിൽ ചെയ്ത കുടുംബത്തെ കൈപിടിച്ചുയർത്തിയ ജ്വാല ജോയിന്റ് സെക്രട്ടറിമാരായ കവികൾ ഉമാ സാന്ദ്ര, ഇൽഡ ഷീല, ഇന്റർനാഷണൽ ട്രെയിനറും വിവിധ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ഉപാസന നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ആനി പി അലക്സാണ്ടർ, ഇന്റർനാഷണൽ അത്ലറ്റും സൈക്ലിസ്റ്റുമായ ശ്രീനാവി, ആയുർവേദ മേഖലയിലെ പ്രവർത്തന മികവിനൊപ്പം കാരുണ്യ മേഖലയിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ സിരി സുജിത് ആനേപ്പിൽ, ഇന്റർനാഷണൽ യോഗ ഗോൾഡ് മെഡലിസ്റ്റും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ജേതാവുമായ വിദ്യാർത്ഥിനി ആദിത്യ ബിജു, മാരകമായ രോഗാവസ്ഥയിലും അവയൊന്നും പരിഗണിക്കാതെ തൊഴിലെടുക്കുന്ന അംഗനവാടി വർക്കർ പൂർണിമ ഡി, ഒറ്റയ്ക്ക് ജീവിത പോരാട്ടം നടത്തുന്ന ട്രാഫിക് വാർഡനും ഓട്ടോ ഡ്രൈവറുമായ യമുന, ഫോക്ലോർ പുരസ്കാര ജേതാവും ലോട്ടറി കച്ചവടക്കാരിയുമായ രേണുക, പെട്രോൾ പമ്പിൽ 70-ാം വയസ്സിലും പെട്രോൾ അടിക്കുന്ന പ്രഭാവതി എന്നിവരാണ് ചടങ്ങിൽ ആദരിക്കപ്പെട്ടത്. ഇതിൽ കുറച്ചുപേർ കുഞ്ഞു വാക്കുകളിൽ മറുപടി പ്രസംഗവും നടത്തി. എനിക്ക് ഇതിനു മുമ്പ് ജോർജ് പറഞ്ഞിടക്ക് ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്. കഴിഞ്ഞ മാസവും കിട്ടിയതാണ് ഒരു നാഷണൽ അവാർഡ്. അന്നെങ്ങും മനുഷ്യനും ഇതുപോലെ വന്നിട്ടില്ലായിരുന്നു. ഈ ജ്വാലയുടെ അവാർഡിനാണ് എനിക്ക് ഇതുപോലുള്ള വിളികൾ വിദേശങ്ങളിൽ നിന്ന് വന്നത്. അത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഇതിന്റെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇതിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയതിന് ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞേ പറ്റൂ. പിന്നെ അടുത്ത പറയാൻ പലരും ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. അത് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഈഗോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ശരിക്കും റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പലർക്കും കഴിവുകളുണ്ടെങ്കിലും പലരും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനോടാണ്. കാരണം പലരും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അംഗീകാരം നമുക്കറിയാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു എന്താ പറയുക അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നേ എന്ന് നമുക്ക്
തോന്നാറുണ്ട്. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ കൂട്ടത്തിരിക്കുന്ന പലർക്കും എനിക്കറിയാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നിരുന്ന് ഇപ്പം ഇവിടെ വന്നിരുന്നതിന് ശേഷം എഴുതിയതാണ്. നമ്മുടെ വാണി ജയറാം മരിച്ചുപോയി. അത് ആ ആത്മാവിനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കൊച്ചു കവിത പെട്ടെന്ന് തീർക്കാം. കർണത്തിലെന്നും മുഴങ്ങും നീ വർണ്ണനാദമെങ്ങോ മറഞ്ഞു പോയി, കിളിമൊഴി പോലെ എന്നുമെന്നും നിറയുന്നു മൃദുവാണി വനിയിൽ, കളരവമൊഴുകുന്ന പുഴ പോലെയും അതിലൊരു ഹിമഗണമിന്നു മറഞ്ഞു. മെമ്മന്റോ കിട്ടിയതല്ല എന്ന് ജെയിനാൻസൽ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ പങ്കെടുക്കണമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം. എന്തായാലും ഇങ്ങനെ ഒരു ജ്വാലയുടെ ഈ ഒരു ഉദ്ഘാടനം തുടക്കത്തിൽ ജ്വാലയുടെ ജ്വാലയുടെ ഒരു തുടക്കം എന്നുള്ളത് ഇന്ന് വരണമെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇന്നിവിടെ വരെ കൊണ്ടെത്തിച്ചതിനും എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. എനിക്ക് ആരുമില്ല, അമ്മ പോയി അച്ഛൻ പോയി അനിയത്തി, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു സംസാരിക്കാൻ വയ്യ. ജ്വാല എന്ന് പറയുന്ന സമൂഹത്തിൽ സ്ത്രീകൾ അടിമകളാകേണ്ട അവസ്ഥയല്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഈ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്ന ധീരതയോട് നമ്മൾ എതിർത്ത് നിന്ന് ഒരു ചങ്കുറ്റത്തോടു കൂടി ഈ സമൂഹത്തിൽ നിൽക്കാമെങ്കിൽ ആരും നമ്മളോട് അടുക്കുകയില്ല. 2000 ഫാത്തിമ കോളേജിലെ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. നിരവധി PhD വന്നെങ്കിലും ഒരു തൊഴിൽ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ ജീവിതത്തിനിടയിൽ കിട്ടിയ ഈ സന്തോഷത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. എന്നെ തേടി ആരുമല്ലാതിരുന്ന എന്നെ തേടി ബഹുമാനപ്പെട്ട MP ശ്രീ പ്രേമചന്ദ്രൻ അവറുകൾ പോലും എനിക്കൊരു ആദരവുമായി എന്നെ തേടി എത്തി. അതുപോലെ ഇതേപോലുള്ള സംഘടനകളും എല്ലാ ഈശ്വരനോടും എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും. ഞാൻ ഇങ്ങനെ അംഗൻവാടികളുടെ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളെങ്കിലും ഇതെന്തോ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ എനിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടി വന്ന എൻ്റെ സർവേശ്വരനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ എന്നെ ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ടായാലും ഒരു ആദരവിനായിട്ടായാലും എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയ ഈ ജ്വാല അംഗങ്ങളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടു. ജ്വാലയുടെ ഈ അവാർഡ് ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ജ്വാല എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെതായ സപ്പോർട്ട് ഞാൻ നൽകും. പിന്നെ ജ്വാലയിലെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ. ജ്വാല വിമൻസ് പവർ നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും നീതി നേടിക്കൊടുക്കുന്നതിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകമെമ്പാടും ഈ സംഘടന ജ്വാലാമുഖിയായി മാറട്ടെ. ജ്വാലയുടെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും കരുതൽ ന്യൂസിൻ്റെ ആശംസകൾ.